ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടുട്ടൂസ് മീഡിയ എന്ന ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വർക്ക്ഷീറ്റിലെ EVS അവസാനത്തെ 2 പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്ന ആദ്യത്തെ പ്രവർത്തനം ഇതാണ്: എൻ്റെ വിദ്യാലയം. ഏഞ്ചൽ തൻ്റെ സ്കൂളിൻ്റെ രേഖാചിത്രവും വിവരങ്ങളും പരിസരപഠന നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ഇവിടെ നമുക്ക് എന്തെല്ലാമാണ് കാണാൻ കഴിയുന്നത്? ഒന്ന് അവളുടെ സ്കൂളിൻ്റെ രേഖാചിത്രമാണ്. അതുപോലെ തന്നെ അതിലുള്ള കാര്യങ്ങളെല്ലാം അവൾ ഒരു സൂചികപ്പെട്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സൂചികപ്പെട്ടിയിലുള്ള എല്ലാ കാര്യങ്ങളും ഏതെല്ലാം ദിക്കിലാണ് ഉള്ളത് എന്നും അവൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എഴുതിയിട്ടുമുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രവർത്തനത്തിൽ ചെയ്യാനുള്ളത് എന്തെല്ലാമാണെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ പ്രവർത്തനത്തിൽ ആദ്യമായി ചെയ്യാനുള്ളത്. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും സ്കൂളിൽ ഉണ്ടാകുന്ന പാചകപ്പുര, കിണർ, കൊടിമരം, റോഡ്, സ്റ്റേജ് എന്നിവയുടെ എല്ലാം പേരുകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവ സ്ഥിതി ചെയ്യുന്ന ദിക്ക് ഏത് ദിക്കാണെന്ന് നമ്മൾ അതിന് തൊട്ടടുത്ത് കൊടുത്തിട്ടുള്ള ആ കോളത്തിൽ എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലെ ഓരോരോ കാര്യങ്ങളും, പാചകപ്പുരയും കിണറും കൊടിമരവും റോഡും സ്റ്റേജും, ഈ 5 കാര്യങ്ങളും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ദിക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ദിക്കിലാണെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. എൻ്റെ സ്കൂളിലെ പാചകപ്പുര അഥവാ കിച്ചൺ സ്ഥിതി ചെയ്യുന്ന ദിക്ക് സ്കൂളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അതുപോലെ തന്നെ കിണറും സ്കൂളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഫ്ലാഗ് പോസ്റ്റ് അതായത് കൊടിമരം, അതെൻ്റെ സ്കൂളിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ്, സൗത്ത് ഭാഗത്ത്. അതുപോലെ തന്നെ റോഡും സ്റ്റേജും സൗത്ത് ഭാഗത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പ്രവർത്തനത്തിൽ ചെയ്യാനുള്ള അടുത്ത കാര്യം ഇതാണ്: ഒരു സൂചിക തയ്യാറാക്കാനാണ്. നമ്മുടെ സ്കൂളിൻ്റെ സൂചിക. നമ്മുടെ സ്കൂളിൻ്റെ സൂചിക തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തും? പ്രധാനമായും 5 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കിച്ചൺ, പിന്നെ കിണർ, ഫ്ലാഗ് പോസ്റ്റ്, റോഡ്, സ്റ്റേജ്. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. പക്ഷേ നമ്മുടെ ചിലരുടെ എല്ലാ സ്കൂളിൽ ഇതല്ലാതെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അവയെ കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം സൂചിക തയ്യാറാക്കാൻ. ഇനി ആ 5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ കുഴപ്പമില്ല, അത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലുള്ള കാര്യങ്ങളെല്ലാം ഈ സൂചികകൾ ഉൾപ്പെടുത്തിയിട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സ്കൂളിൽ ഉള്ളത്. എൻ്റെ സ്കൂളിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രധാനമായിട്ടുള്ള 5 കാര്യങ്ങൾ, അതല്ലാതെ 2 കാര്യങ്ങൾ കൂടി ഉണ്ട്. ഒന്ന് ഗ്രൗണ്ട്, പിന്നെ ഗേറ്റ്. ഈ 2 കാര്യങ്ങൾ കൂടി എൻ്റെ സ്കൂളിൽ ഉണ്ട്. പിന്നെ കിച്ചണാണ്, പാചകപ്പുര, പിന്നെ സ്റ്റേജ്, പിന്നെ സ്കൂള്, പിന്നെ ഫ്ലാഗാണ്. ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കൊടിമരം, പിന്നെ കിണർ, പിന്നെ റോഡ്. ഇനി നമുക്ക് ഈ പ്രവർത്തനത്തിൽ അവസാനമായി ചെയ്യാനുള്ളത് ഇതാണ്: നമ്മുടെ സ്കൂളിൻ്റെ രേഖാചിത്രം വരയ്ക്കുക. അപ്പോൾ ഈ പ്രവർത്തനം നമ്മൾ മുമ്പ് നമ്മുടെ EVSലെ ഒരു പാഠത്തിൽ ചെയ്തിട്ടുള്ളതാണല്ലേ. പിന്നെ നമുക്ക് ഇവിടെ രേഖാചിത്രം വരയ്ക്കാനായി ചെറിയ സ്ഥലമാണ് തന്നിട്ടുള്ളത്. അവിടെ കൊള്ളുന്നില്ലെങ്കിൽ നമുക്ക് നോട്ട്ബുക്കിലോ A4 ഷീറ്റിലോ ഒക്കെ വരയ്ക്കാം. അപ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂളിൻ്റെ രേഖാചിത്രം. ഇനി നമ്മുടെ പരിസര പഠന വിഷയത്തിൽ തന്നെയുള്ള അവസാനത്തെ പ്രവർത്തനം ഇതാണ്: കേരളം. ഗോപിക കേരളത്തിൻ്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിരീക്ഷിക്കൂ. ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഗോപിക അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം അവൾ സൂചികപ്പെട്ടിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം. ഇനി ഈ പ്രവർത്തനത്തിൽ ചെയ്യാനുള്ളത് ഇതാണ്: സൂചിക ഉപയോഗിച്ച് ഭൂപടത്തിൽ കൂടുതൽ വിവരങ്ങൾ അടയാളപ്പെടുത്താം എന്നുള്ള പ്രവർത്തനമാണല്ലേ. ഇവിടെ കുറച്ച് വിവരങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കൂ. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കോവളം, പിന്നെ വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ്, പിന്നെ കോട്ടയം ജില്ലയിലെ പക്ഷിസങ്കേതമായ കുമരകം, പിന്നെ അവസാനമായി എറണാകുളം ജില്ലയിലെ പക്ഷിസങ്കേതമായ തട്ടേക്കാട്. അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടി വിവരങ്ങൾ നമ്മൾ ആ സൂചികപ്പെട്ടിയൊക്കെ നോക്കി ഭൂപടത്തിലൊക്കെ നിരീക്ഷിച്ച് ഇതുപോലെയുള്ള കുറച്ചുകൂടി വിവരങ്ങൾ എഴുതാനാണ്. അപ്പോൾ ഞാൻ 5 വിവരങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അത് 3 എണ്ണം
പക്ഷി സങ്കേതങ്ങളും പിന്നെ 2 വന്യജീവി സങ്കേതങ്ങളുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തേത് കടലുണ്ടി, ബേർഡ് സാങ്ച്വറി ഇൻ മലപ്പുറം ഡിസ്ട്രിക്റ്റ്. സെക്കൻഡ് വൺ കുമരകം ബേർഡ് സാങ്ച്വറി ഇൻ കോട്ടയം ഡിസ്ട്രിക്റ്റ്. തേർഡ് വൺ മംഗളവനം ബേർഡ് സാങ്ച്വറി ഇൻ എറണാകുളം ഡിസ്ട്രിക്റ്റ്. ഫോർത്ത് മലബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്. ദി ലാസ്റ്റ് വൺ ചന്ദുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കൊല്ലം ഡിസ്ട്രിക്റ്റ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.